ജീവിതകാലം മുഴുവൻ ദൈവത്തിനെതിരെ പടപൊരുതി ദൈവനിഷേധിയായി നിരീശ്വരവാദിയായി ജീവിച്ച നമ്മൾ അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു ദിവസം മരിക്കുന്നു എന്ന് കരുതുക. ഭൂം, പിന്നെ നമ്മൾ കണ്ണു തുറക്കുന്നത് മരണാനന്തര ജീവിതത്തിലാണ്. മരണശേഷം നമ്മൾ ഇന്നുവരെ ധരിച്ചു വെച്ചിരുന്ന നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മാവുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, മരണാനന്തര ജീവിതത്തിലെ കുറ്റവിചാരണകളുണ്ട്, ദൈവവും ഉണ്ട്, എല്ലാം റിയലാണ്. എന്തില്ലെന്നാണോ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച് നടന്നത്, അതിൻ്റെ ഒത്ത നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി. കൊക്കും കിളി ഏതി കൂടെയൊക്കെയാണ് പറക്കുന്നതെന്ന് ഒരു പിടിയില്ല. മരണാനന്തര ജീവിതത്തിലെ ഹൈടെക് കോസ്മിക് ലോബിയിൽ അവിടുത്തെ കൗണ്ടറിൽ നിൽക്കുന്ന മാലാക ചേച്ചിയൊക്കെ നോക്കി നിങ്ങൾ അങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നവരുടെ വെൽക്കം കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നറിയില്ലല്ലോ. അല്ലെങ്കിലും ആ വെൽക്കം കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവുക? നിങ്ങൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളാണെങ്കിൽ മരണദേവനായ കാലനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇനി നിങ്ങളൊരു മുസ്ലിം അല്ലെങ്കിൽ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ വല്ല മരണത്തിൻ്റെ മാലാകമാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ പ്രാചീന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മരണത്തിൻ്റെ ദേവന്മാരായ അനുബിസിനെയും ഒസൈറിസിനെയൊക്കെ ആയിരിക്കും ആ കമ്മിറ്റിയിൽ കാണുക. ഇനി അതുമല്ല പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അണ്ടർവേൾഡിൻ്റെ രാജാവായ ഹെയ്ഡിസിനെ ആയിരിക്കും നിങ്ങൾ അവിടെ കാണുക. ഇനി അതുമല്ല ആമസോൺ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന വല്ല കാട്ടുവാസിയൊക്കെ ആയിരുന്നു നിങ്ങളെങ്കിൽ വല്ല മുളന്തേവിയോ അല്ലെങ്കിൽ വല്ല മലദൈവമോ ആയ മുനിയാണ്ടിയോ ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണുക. ഇങ്ങനെ ഈ കോസ്മിക് ലോബിയിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? കുഞ്ഞു എന്ന ഞാൻ എൻ്റെ സ്വാഭാവികമായ കോസ്മിക് ടെൻഡൻസി വെച്ച് എടുത്ത വഴിക്ക് ഇറങ്ങി ഓടാനായിരിക്കും നോക്കുക. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഓടിയിട്ടൊരു കാര്യമില്ല. എങ്ങോട്ടോടാൻ? മരണാനന്തര ജീവിതമാണ്. എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. ഒട്ടും താമസിക്കാതെ തന്നെ എൻ്റെ മനസ്സിനെ കാര്യങ്ങളോട് പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ട് പറ്റാവുന്നത്ര കോസ്മിക് ചങ്കൂറ്റം സംഭരിക്കും. ആദ്യം പതിയെ ഒന്ന് ഒളിഞ്ഞു നോക്കി, പിന്നെ ഒച്ച ഉണ്ടാക്കാതെ അടിവെച്ച് കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് നിൽക്കും. ആദ്യമൊക്കെ കുറെ വളിപ്പടിച്ചു നോക്കും. രക്ഷയില്ലാന്ന് കണ്ട പിന്നെ കണ്ണും പൂട്ടി എനിക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയും. കള്ളത്തരങ്ങളൊന്നും ഞങ്ങൾ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സത്യസന്ധത കാണിക്കേണ്ടിടത്തെല്ലാം അത് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ കുഞ്ഞനുജന്മാരോട് ഞങ്ങൾ കരുണയും സഹതാപവും കാണിച്ചു. ഞങ്ങളോട് കരുണ കാണിച്ച മുതിർന്നവരെ ഞങ്ങൾ ബഹുമാനിച്ചു. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ജോലിസ്ഥലത്തും കുടുംബത്തിനും ചെലവഴിച്ച് സാധാരണക്കാർ മാത്രമായിരുന്നു ഞങ്ങൾ. എന്നിട്ടും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വന്ന ആളുകളെ ഞങ്ങളാൽ കഴിയുന്ന വിധവും അതിനപ്പുറത്തു നിന്നും ഞങ്ങൾ സഹായിച്ചു. ഞങ്ങളോട് തെറ്റ് ചെയ്ത പലരെയും മനഃപൂർവ്വം മറന്നു കളയാൻ ഞങ്ങൾ ശ്രമിച്ചു. ഈ ഒരു നിമിഷം വരെ അവരോടാരോടും വിരോധമോ വൈരാഗ്യമോ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത്തരം കാര്യങ്ങൾക്ക് ഇതിനു മുമ്പും ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിലും ഞങ്ങളോട് പ്രവർത്തിക്കപ്പെട്ടതിന്റെ പേരിലും താങ്കൾ ഞങ്ങളെ അളക്കേണ്ടതാകുന്നു. ഞങ്ങളുടെ വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും പേരിലല്ല. ഐ ട്രൈഡ് ടു ലിവ് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് ഐ എക്സ്പെക്ട് ദ സെയിം ഇന്റഗ്രിറ്റി ഫ്രം യു, മൈ ക്രിയേറ്റർ. നമുക്ക് ഇനി ഈ സിനാരിയോ ഒന്ന് തിരിച്ചു ചിന്തിക്കാം. ജീവിതകാലം മുഴുവൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായി ജീവിച്ച ആളുകളാണ് നമ്മൾ. പിന്നെയും ഭൂം, പെട്ടെന്നൊരു ദിവസം വളരെ അപ്രതീക്ഷിതമായി നമ്മൾ മരണമടയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കോസ്മിക് ലോബിയിൽ എത്തുന്നു. പക്ഷേ വെൽക്കം കമ്മിറ്റിയിൽ ഇരിക്കുന്ന ദൈവത്തെയും ദൈവങ്ങളെയും മാലാകമാരെയും ഒക്കെ കണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നു. നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിച്ചു പോന്നിരുന്നത് ആ മതത്തിലെ ദൈവങ്ങളിൽ നിന്നും മാലാകമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റു ചില ദൈവങ്ങളും മാലാകമാരും ഉൾപ്പെടുന്ന ഒരു വെൽക്കം കമ്മിറ്റി നടത്തുന്ന മരണാനന്തര വിചാരണാ വേദിയാണ് നമ്മൾ അവിടെ കാണുന്നത്. എക്കാലവും നിങ്ങളുടെ കൺമുന്നിലുണ്ടായിരുന്ന പക്ഷെ നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ് ആ മതത്തിന്റെ കർശനമായ നിയമങ്ങൾ അനുസരിച്ച് ആളുകളെ വേർതിരിച്ച് മാറ്റി നിർത്തുന്ന അതിഭീകരമായൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വണങ്ങൂ, എൻ്റെ മുൻപിൽ മാത്രം വണങ്ങൂ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നമ്മുടെ മതങ്ങൾ വരച്ചു കാട്ടുന്ന ആ ദൈവങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നീതി നിങ്ങളുടെ നന്മയ്ക്ക് അനുസൃതമായി നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിശ്വാസികളുടെ കാര്യത്തിൽ പിന്നെ സമാധാനമുണ്ട്. അവർ ഒരു ദൈവത്തെയും പൂജിച്ചില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷേ വിശ്വാസികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. തെറ്റായൊരു ദൈവത്തെ പൂജിച്ചുകൊണ്ട് അവിശ്വാസികൾ എത്ര വലിയൊരു അപകടമാണ് ക്ഷണിച്ചു വരുത്തിയത് അല്ലേ? ഞാനത് കളിയാക്കാനായിട്ട് പറഞ്ഞ കഥയൊന്നും അല്ല കേട്ടോ, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. നമ്മുടെ മതങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. നമ്മൾ അതിനെ ശ്രമിക്കുകയും ചെയ്യും. അത്തരം വാക്കുകളും വചനങ്ങളും ആശയങ്ങളും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടവയല്ല. അവ സിംബോളിക്കലാണ്. അവയ്ക്ക് മറ്റു പല അർത്ഥങ്ങളുമുണ്ട്. ആ വരികൾ വേറെ രീതിയിലാണ് വായിക്കേണ്ടത്. അങ്ങനെ പലതും നമുക്ക് പറയാനുണ്ടാകും. കമോൺ ഗായ്സ്, ലെറ്റ്സ് ബി സീരിയസ്. നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക. കർശനമായ നമ്മുടെ മത നിയമങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? വണങ്ങുക, കൈകൂപ്പുക, മുട്ടുമടക്കുക, വിശ്വസിക്കുക, സ്നേഹിക്കുക, ഇല്ലെങ്കിൽ അനന്തകാലത്തോളം വെന്ത് വെണ്ണീറാവുക. അത് ദൈവത്തിന്റെ ശബ്ദമാണോ? അല്ല, അതൊരു ഏകാധിപതിയുടെ ശബ്ദമാണ്. എന്നിട്ടും നമ്മുടെ ദൈവങ്ങളെ നമ്മുടെ മതങ്ങൾ വരച്ചു കാട്ടുന്നത് ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ മൂർത്തിഭാവമായിട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരമ്മ പക്ഷിയെ പോലെയാണത്രേ. അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ
തന്റെ ചിറകിനടിയിലാക്കി നെഞ്ചിനോട് ചേർത്ത് പിടിക്കും അത്രേ. അത്രയ്ക്ക് സ്നേഹമാണ് ദൈവത്തിന് മനുഷ്യരോട്. ദി അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ്. യാതൊരു വിധത്തിലുള്ള ഉപാധികളും ഇല്ലാതെ ദൈവം മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ഉപാധികളില്ലാത്ത സ്നേഹം? നിസ്വാർത്ഥത, ധാരണ, മറ്റൊരാളുടെ സന്തോഷത്തിനായുള്ള അശ്രാന്തമായ പരിശ്രമം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ സ്നേഹം, ശുദ്ധമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഇങ്ങനെ ശുദ്ധമായ സ്നേഹത്തിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും നമുക്ക് എന്ത് സംഭാവനയാണ് ചെയ്യാൻ കഴിയുക എന്നതിലായിരിക്കും നമ്മുടെ കൂടുതൽ ശ്രദ്ധയും. ഒരുപക്ഷെ വ്യക്തിപരമായ നേട്ടത്തെക്കാളും സംതൃപ്തിയെക്കാളും താൻ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനുമാണ് ശുദ്ധമായ സ്നേഹം മുൻഗണന നൽകുന്നത്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ തിരിഞ്ഞു നിന്ന് നമ്മോട് പറയുകയാണ്, നിന്റെ സാന്നിധ്യം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഇനി കണ്ടുപോകരുത്. എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മളുമായുള്ള ബന്ധങ്ങളും സ്നേഹവും വിച്ഛേദിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി, അതാരും ആകട്ടെ, പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, സഹോദരി, സഹോദരൻ, അതിനി ആരാണെങ്കിലും യഥാർത്ഥ സ്നേഹം അറിയുന്ന ഹൃദയം ഒരിക്കലും ആ വ്യക്തിക്ക് ദോഷം സംഭവിക്കണം എന്നാഗ്രഹിക്കില്ല. That's what true love is. That is what unconditional love is. എനിക്കറിയാം, ഹ്യൂമൻ ഇമോഷൻസ് ആർ ക്വൈറ്റ് കോംപ്ലക്സ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. പക്ഷെ സ്നേഹത്തിന്റെ മൂർത്തീഭാവം എന്ന് പറയുന്ന നമ്മുടെ ദൈവങ്ങൾ അങ്ങനെയാകാൻ പാടില്ലല്ലോ. വണങ്ങാത്തതിന്റെ പേരിൽ, കൈകൂപ്പാത്തതിന്റെ പേരിൽ അനന്തകാലത്തോളം നമ്മളെ തീയിലേക്ക് എറിയുന്നവർ നമ്മുടെ ദൈവങ്ങൾ. അവർ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അതാണോ ദൈവം? അവർ മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിന്റെ ഉപാധികളില്ലാത്ത സ്നേഹം. നമ്മുടെ ദൈവങ്ങൾ അപ്പോൾ തികച്ചും ഹിപ്പോക്രൈറ്റ്സ് അല്ലേ? കപട നാട്യക്കാർ. ഞാനാണ് സർവാധികാരി, ഞാനാണ് വാഴ്ത്തപ്പെടേണ്ടവൻ, ഞാനാണ് പ്രതികാരം ചെയ്യുന്നവൻ, ഞാൻ മാത്രമാണ് പരമമായ ആത്മീയതയുടെ ഉറവിടം, ഞാനാണ് സ്തുതിഗീതങ്ങൾക്ക് അർഹൻ. അവർ ഗോഡ്സ് ആർ ഹൈലി ഈഗോയിസ്റ്റിക്. അനേകം സംസ്കാരങ്ങളുടെ ഇതിഹാസങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട നമ്മുടെ ദൈവങ്ങൾ പലപ്പോഴും വിരോധാഭാസങ്ങളായ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. മനുഷ്യന്റെ കുറവുകൾക്കപ്പുറമാണ് ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെയും അവർ തികച്ചും നിഷേധാത്മകവും മാനുഷികവുമായ സ്വഭാവ സവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു. കാപഢ്യം, വഞ്ചന, അഹംഭാവം, മായ, ചാബല്യം എന്നിവ ദൈവത്വത്തിന്റെയും വിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും വേഷത്തിന് പുറകിലുള്ള അവരുടെ മാനുഷിക ഭാവങ്ങൾ. നമ്മുടെ ദൈവങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അഹങ്കാരികളും ധിക്കാരികളും അക്രമകാരികളും ക്രൂരന്മാരുമായ നമ്മൾ മനുഷ്യരെ ചോദ്യം ചെയ്യാൻ മരണാനന്തരത്തിൽ നമ്മുടെ ദൈവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ മാനുഷിക ഭാവങ്ങളും സ്വഭാവങ്ങളും വെച്ച് പുലർത്തുന്ന നമ്മുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യാനും വിചാരണ ചെയ്യാനും ആരാണുള്ളത്? പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരെ ചോദ്യം ചെയ്യാനും ആളുണ്ടാകും. അതാരപ്പാ ദൈവങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരാള്? അത്രയ്ക്കും വലിയ വീരപ്പൻ, മഹാദൈവങ്ങളുടെ മഹാദൈവം. പ്രപഞ്ചം എന്ന് പറയുന്ന ഈ അതിസുന്ദരമായ, അതിസങ്കീർണമായ ഒരു സ്കെയിൽ കൊണ്ട് കൃത്യമായി അളന്നു മുറിച്ചു വെച്ചതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിർമ്മിച്ച ദൈവം, പ്രപഞ്ചം എന്ന ഇന്റലിജന്റ് ആയ ഈ നിർമ്മിതിയെ ഉണ്ടാക്കിയ ദൈവം എന്ന് പറയുന്ന സ്രഷ്ടാവ് അതിനേക്കാൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ശക്തിയായിരിക്കില്ലേ? അതേലോ. നമ്മുടെ മതങ്ങൾ വരച്ചു കാട്ടുന്ന ദൈവങ്ങൾ വളരെ കോംപ്ലക്സ് ആയ, വളരെ ഇന്റലിജന്റ് ആയ ശക്തികളാണ്. അത്രയൊന്നുമില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ സങ്കീർണവും ഇന്റലിജന്റുമായ നമ്മൾ മനുഷ്യന്റെ ബുദ്ധി കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട പരിണാമ പ്രക്രിയയുടെ ഫലമായി ഭൂമിയിൽ ഉദയം ചെയ്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത്രയും ഇന്റലിജന്റ് ആയ മനുഷ്യനെയും ഇത്രയും പെർഫെക്റ്റ് ആയ പ്രപഞ്ചവും ഉണ്ടാക്കിയ ദൈവം എന്ന അൾട്ടിമേറ്റ് ഇന്റലിജന്റ് ആയ ഒരു മഹാശക്തി പ്രത്യേകിച്ച് യാതൊരു കാരണമോ ഉത്ഭവമോ ഒന്നുമില്ലാതെ കാലാകാലമായിട്ട് വെറുതെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ വിശ്വസിക്കും. എവല്യൂഷന്റെ ഫലമായിട്ടാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്ന ആശയത്തിന് പിന്നെ ലോജിക്കുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ നമുക്ക് വയ്യ. എന്നിട്ട് ഇത്തരം മിത്തുകളായി കാണാൻ ശ്രമിക്കാതെ, അവയിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് പകർത്താൻ ശ്രമിക്കാതെ, അതും കയ്യിൽ വെച്ച് കണ്ട അക്രമവും കൊള്ളിവെപ്പും കൊല്ലും കൊലയും നടത്തുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന ട്രോഫി ആയിട്ട് അവിടെ ആള് നിൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ ചാണകാണോ വാരിത്തിനണേ? ഇക്കണ്ട കോട്ടകൊത്തളങ്ങളും ടെക്നോളജിക്കൽ മഹാത്ഭുതങ്ങളും കെട്ടിപ്പൊക്കിയ നമ്മൾ മനുഷ്യന്റെ ബുദ്ധിയെ നമ്മൾ തന്നെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു അവർ ഹ്യൂമൻ ഇന്റലിജൻസ്. ഈ കണ്ട അക്രമവും അനീതിയും നമ്മൾ ദൈവത്തിന്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് അത് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങളെ ചോദ്യം ചെയ്യാനും വിചാരണ ചെയ്യാനും ഒരാളുണ്ട്. അതെ, ദൈവങ്ങൾക്ക് പിന്നിലുമുണ്ട് ഒരു സ്രഷ്ടാവ്. പിന്നെയും ഭൂം. പെട്ടെന്നൊരു ദിവസം നമ്മുടെ എല്ലാ ദൈവങ്ങളും മരിക്കുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദാണ്ടെ അവരും നിൽക്കുന്നു വേറൊരു കോസ്മിക് ലോബിയിൽ. വണ്ടറടിച്ച് പണ്ടാരമടങ്ങി നിൽക്കുന്ന നമ്മുടെ ദൈവങ്ങൾക്ക് മുന്നിലേക്ക് ദാ കോസ്മിക് വാതിലുകൾ തള്ളി തുറന്ന് കടന്നു വരുന്നു ദൈവങ്ങളുടെ സ്രഷ്ടാവ്, ദി അൾട്ടിമേറ്റ് കോസ്മിക് ക്രിയേറ്റർ. ആ കടന്നു വരുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ എന്ന മഹാബുദ്ധിമാനായ ദൈവങ്ങളുടെ സ്രഷ്ടാവ്. സ്നേഹം നിരസിച്ചാൽ കഴുത്തറുത്ത് കൊല്ലുന്ന, പരിശുദ്ധ സ്നേഹത്തിന് പുല്ല് വില കൊടുക്കുന്ന, സ്വന്തം മക്കളെ പോലും മുക്കിക്കൊല്ലാൻ മടിയില്ലാത്ത, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നഗരങ്ങളും ലക്ഷക്കണക്കിന് സഹജീവനുകളെയും ഭസ്മമാക്കാൻ മടിയില്ലാത്ത, അതിഭീകരനായ, ചോര കണ്ട അറപ്പ് തീർന്ന മനുഷ്യൻ നിർമ്മിച്ചതാണ് ദൈവങ്ങളെ. നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ ദൈവങ്ങൾ നമ്മളെപ്പോലെയല്ലാതെ പിന്നെ എങ്ങനെയാ വരിക?
പ്രകൃതിയുടെ പലവിധ ഭാവങ്ങൾ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ തന്റെ ഭാവന കൊണ്ട് തനിക്ക് മുകളിൽ പല മഹാശക്തികളെയും സൃഷ്ടിച്ചു. മനുഷ്യഭാവനയിൽ വിരിഞ്ഞ ആ ശക്തികളിൽ മനുഷ്യൻ അഭയം കണ്ടെത്തി. തന്റെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും മരിച്ചു വീഴുമ്പോൾ അവൻ മരണാനന്തര ജീവിതത്തിൽ പതിയെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. ഒടുവിൽ ഇതേ ദൈവങ്ങളെ വെച്ച് തന്റെ സഹജീവികൾക്ക് മുകളിൽ അവൻ ആധിപത്യം ഉറപ്പിച്ചു. തന്റെ ഒപ്പമുള്ളവരെ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അനുസരിപ്പിക്കാൻ അവൻ സ്വർഗം സൃഷ്ടിച്ച് അത് മുന്നിൽ വെച്ച് അവരെ അവൻ മോഹിപ്പിച്ചു. എന്നിട്ടും അനുസരിക്കാത്തവരെ അവനൊരു നരകം സൃഷ്ടിച്ച് അത് കാണിച്ച് ഭയപ്പെടുത്തി. അതിലും വീഴാത്തവരെ തന്റെ സൃഷ്ടികളായ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അവരെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി. ബട്ട് ദിസ് ഹാസ് ഗോൺ ടു ഫാർ. ഇത് ഒരുപാടധികമായിരിക്കുന്നു. നമ്മുടെ സൃഷ്ടികളായ ദൈവങ്ങൾക്ക് മേലുള്ള നമ്മുടെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മതി, ഇനി വേണ്ട. വിചാരണയ്ക്കുള്ള സമയമായിരിക്കുന്നു. ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ ഒരു സമൂഹത്തിന്റെ രാജ്യ സ്നേഹത്തെ തന്നെ നിർണ്ണയിക്കപ്പെടുന്ന രീതിയിൽ ഒരു മാനദണ്ഡമായി മാറിക്കൊണ്ടുള്ള അത്തരം ദൈവങ്ങളുടെ വളർച്ച, വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങൾക്കിടയിലും അക്രമം പ്രതിധ്വനിക്കുന്ന ഭക്തിയുടെ ഇടനാഴികൾക്കിടയിലും മനുഷ്യൻ അവന്റെ യുക്തി ഉരുക്ക് ചങ്ങലകളാൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പ്രക്ഷുബ്ധതയുടെ ഈ കൊടുങ്കാറ്റിനിടയിൽ അജ്ഞതയുടെ മൂടുപടത്തിലൂടെ തുളച്ചു കയറുന്ന ഒരു വിളി മുഴങ്ങുന്നു. അത് ഉണർവിനായുള്ള അപേക്ഷയാണ്. നുണകളുടെ മൂടുപടം മാറ്റിവെച്ച് അന്ധമായ ഭക്തിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്ന സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള അപേക്ഷയാണ് ആ നിലവിളി. വ്യാജ ബലിപീഠങ്ങൾക്ക് മുന്നിൽ ഇനി മുട്ടുകുത്തരുത്. കാരണം വഴിതെറ്റിയ ആരാധനയുടെ നിഴലുകളിൽ നിന്ന് സ്വതന്ത്രമായി നമ്മുടെ വിധികൾ രൂപപ്പെടുത്താനും നമ്മുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വ്യാജ ദൈവങ്ങളെ നമുക്ക് പുറത്താക്കേണ്ടതുണ്ട്. ഒരു പുതിയ യുഗത്തിന്റെ പ്രഭാതത്തിലേക്ക് നമുക്ക് ഉണരാം. നോ മോർ ഫാൾസ് ഗോഡ്സ്. വി നീഡ് ടു വേക്ക് അപ്പ്.